السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على أشرف وأكمل وأفضل المخلوقين وعلى آله وأصحابه أجمعين. أما بعد. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരന്മാരെ, മഹാനായ ഇമാം ഇബ്നു അതാഇല്ലാഹി സക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവറുകളുടെ അൽ ഹികമുൽ അതാഇയ്യ എന്ന ഗ്രന്ഥത്തിന്റെ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദുറൂസുൽ ഹികമിൽ, ഹികം ക്ലാസുകളിൽ ഇന്ന് ഈ 11ാമത്തെ എപ്പിസോഡിൽ 10ാമത്തെ ഹിക്മത്താണ് നമ്മൾ വിവരിക്കുന്നത്. 10ാമത്തെ ഹിക്മത്തിൽ മഹാനായ ഇമാം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ ഇങ്ങനെയാണ് പറയുന്നത്: അൽ അമാലു സുവറുൻ ഖായിമ വ അർവാഹുഹാ വുജൂദു സിർരിൽ ഇഖ്ലാസി ഫീഹാ. പദ വിവരണം ആദ്യം പതിവ് പോലെ. അൽ അമാലു, അമലുകൾ. അമൽ എന്ന ഏകവചനത്തിന്റെ ബഹുവചനമാണ് അൽ അമാൽ. സുവറുൻ, സൂറത്ത് എന്ന ഏകവചനത്തിന്റെ ബഹുവചനമാണ് സുവർ. സൂറത്ത് എന്ന് പറഞ്ഞാൽ പടം, ചിത്രം, പിക്ചർ എന്നർത്ഥം. ഖായിമ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന, ഖാമയഖൂമ നിൽക്കുക എന്നാണല്ലോ. ഖായിമ നിൽക്കുന്ന. അപ്പൊ അൽ അമാലു സുവറുൻ ഖായിമ എന്ന് പറഞ്ഞാൽ എന്തായി? അൽ അമാലു, അമലുകൾ, കർമ്മങ്ങൾ, സുവറുൻ ഖായിമ, അത് നിൽക്കുന്ന പടങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് പടങ്ങൾ മാത്രമാണ്. നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പടങ്ങൾ നിർത്തിയതുപോലെയാണ് എന്നർത്ഥം. ചിത്രങ്ങളാണ്, വെറും ഇമേജുകളാണ്. പടങ്ങളാണ്, ചിത്രങ്ങളാണ്, വെറും ഇമേജുകളാണ്. അപ്പൊ അമലുകൾ എന്ന് പറഞ്ഞാൽ വെറും പടങ്ങളാണ്, ചിത്രങ്ങളാണ്. ഓ അർവാഹുഹ, അതിന്റെ ആത്മാവുകൾ, അവയുടെ അമലുകളുടെ ആത്മാവുകൾ. റോഹ് എന്നതിന് ജമ്മാണ് അർവാഹ്. റോഹ് ആത്മാവ്, അതിന്റെ ബഹുവചനമാണ് അർവാഹ്. ഓ അർവാഹുഹ, ഹ എന്ന ദമീർ മടങ്ങുന്നത് അമലുകളിലേക്ക്. ഓ അർവാഹുഹ, ആ അമലുകളുടെ റോഹുകൾ എന്ന് പറയുന്നത് വുജൂദു, ഉണ്ടാവലാണ്, സിർറ്, വുജൂദു സിർറിൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ അഥവാ ആത്മാർത്ഥതയുടെ സിർറ്, അതിന്റെ രഹസ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇഖ്ലാസിന്റെ സിർറ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് എന്ന സിർറ് അതിനുണ്ടാവുക എന്നുള്ളതാണ്. ഇഖ്ലാസിന്റെ സിർറ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് എന്ന സിർറ് ബയാൻ, ഇളാഫത്ത് ബയാൻ വെക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഇഖ്ലാസിന്റെ സിർറ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് എന്ന സിറാണ് അതിന്റെ ഉൾപുളക, അതിന്റെ ഉൾ പൊരുൾ. അപ്പൊ ഇഖ്ലാസ്, ആത്മാർത്ഥത എന്ന ഒരു രഹസ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് രഹസ്യം എന്ന് പറയാൻ കാരണം എന്താ? ആത്മാർത്ഥത രഹസ്യം എന്ന് പറയാൻ കാരണം എന്താ? ആത്മാർത്ഥത എന്നുള്ള പരസ്യമായ സംഗതിയല്ല. കർമ്മങ്ങളെ നമ്മൾ കാണുള്ളൂ, അമലുകളെ നമ്മൾ പുറത്തേക്ക് കാണൂ. ഏത് സംഗതിയാണെങ്കിലും അമലുകൾ പലതും പുറത്ത് കാണാൻ പറ്റും. ഇപ്പൊ നിസ്കാരാവട്ടെ, അതുപോലെ പിന്നെ ഹജ്ജ്, ഉംറ, സകാത്ത്, ദാനധർമ്മങ്ങൾ, മറ്റുള്ള അമലുകളൊക്കെ, കർമ്മങ്ങൾ നമുക്കിങ്ങനെ പുറം മറ്റുള്ള സെറ്റുകൾക്കും കാണാൻ പറ്റും. പക്ഷെ അതിന്റെ ഇഖ്ലാസ്, അതൊക്കെ സുവറും ഖായിമ, അത് നിൽക്കുന്ന പടങ്ങളാണ്. അതിന്റെ അർവാഹ്, അതിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇഖ്ലാസിന്റെ സിർറ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇഖ്ലാസിന്റെ സിർറ് എന്ന് പറയാൻ കാരണം ഇഖ്ലാസ് സിറായ ഒരു സംഗതിയാണ്. ഉള്ളിലാണ് ഇഖ്ലാസ് മനസ്സിലാണ്. മനസ്സ് പുറത്ത് മനുഷ്യന്മാർക്ക് കാണാൻ പറ്റൂല, അത് അള്ളാഹ്ക്കേ കാണാൻ കഴിയുള്ളൂ. അതാണ് ഇഖ്ലാസിന്റെ സിർറ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ ആത്മാവുകൾ. ഫിഹ, അമലുകളിൽ. ഇപ്പൊ ഈ വിവരണത്തിൽ നിന്ന് തന്നെ എന്താണ് മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി ഹിക്മയിലൂടെ പറയുന്നത് എന്ന് കാര്യം വ്യക്തമായല്ലോ. ഇനി ചെറിയ ഒരു വിവരണമേ ആവശ്യമുള്ളൂ. ഈ 10ാമത്തെ ഹിക്മത്തിലൂടെ മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, അമലുകളൊക്കെ വെറും പടങ്ങളാണ്, വെറും ജഡങ്ങളാണ്. വെറും പടം ഒരു കാര്യമില്ലല്ലോ. ഒരു ഫോട്ടോ അങ്ങനെ വരച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ സാധാരണ പറയാറില്ല, ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന് പറഞ്ഞ മാതിരി ഏട്ടിലെ പശു പാലും തരില്ലല്ലോ. അപ്പൊ അത് ഒരു ചിത്രം മാത്രമാണ്. നമ്മുടെ അമലുകൾ ഇങ്ങനെ ഏട്ടിലെ പശുവിനെ പോലെയാണ്. അതുകൊണ്ടൊരു കാര്യമല്ല. അതിന്റെ മാംസമാണെങ്കിലും അതിന്റെ പാലാണെങ്കിലും അത് പുല്ല് തിന്നാണെങ്കിലും ഒക്കെ അതിന് ഒരു ജീവൻ വേണം, നിലനിൽപ്പ് വേണം എന്ന് പറഞ്ഞ പോലെ, ഉദാഹരണം പറഞ്ഞു മാത്രം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അമലുകൾ, നമ്മുടെ കർമ്മങ്ങളൊക്കെ, നിസ്കാരാവട്ടെ, മറ്റു കർമ്മങ്ങളാവട്ടെ, ഏതേതു കർമ്മങ്ങൾ, നിസ്കാരം വീണ്ടും വീണ്ടും പറയാൻ കാരണം അത് അഫ്ദലുൽ അഅ്മാലിൽ ബദനിയത്തി കുല്ലിഹ അസ്സലവാത്തുൽ ഖംസ്. നിസ്കാരാണല്ലോ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ എന്ന് പറഞ്ഞ്. ഈ നിസ്കാരാവട്ടെ, മറ്റു അമലുകളൊക്കെ ആവട്ടെ, അതൊക്കെ വെറും ജഡങ്ങളാണ്, അല്ലെങ്കിൽ പടങ്ങളാണ്, ചിത്രങ്ങളാണ്. അതിന് ആത്മാവ് ഉണ്ടാവണമെങ്കിൽ, ആത്മാവില്ലെങ്കിൽ ഒരു കാര്യമില്ല. ആത്മാവില്ലാതെ വെറും ചിത്രങ്ങൾ കൊണ്ടൊരു കാര്യമില്ല. അപ്പൊ ആത്മാവ് വേണം, റൂഹ് വേണം, അതിന് ജീവൻ വേണമെങ്കിൽ ആ ജീവൻ, അതാണ് വിഷയം. അമലുകളുടെ ഒക്കെ ജീവൻ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസാണ്. ഇത് അദ്ദേഹത്തിൻ്റെതായൊരു രീതിയിൽ, അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ അദ്ദേഹം പറയണം. അർവാഹുഹ,
അമലുകളുടെ ആത്മാവുകൾ എന്ന് പറയുന്നത് വുജൂദു സിർരിൽ ഇഖ്ലാസ് ഫിഹ, ആ അമലുകളിൽ ഇഖ്ലാസിന്റെ സിർറ് അല്ലെങ്കിൽ ഇഖ്ലാസ് എന്ന സിർറ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇഖ്ലാസ് എന്ന സിർറ് അമലുകളിൽ ഉണ്ടെങ്കിൽ അത് റൂഹുള്ളതാണ്. ആ ഇഖ്ലാസ് അതിലില്ലെങ്കിലോ റൂഹില്ല, വെറും ജഡങ്ങൾ മാത്രമാണ് അർത്ഥം. അപ്പൊ നമ്മൾ കർമ്മങ്ങൾ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ, അതിൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞ റൂഹ് അതിൽ നിന്ന് അന്യം നിന്ന് പോയാൽ, എന്ന് പറഞ്ഞാൽ റൂഹ് അതിലില്ലെങ്കിൽ, ഇഖ്ലാസിന്റെ സിർറ് അതിനകത്തില്ലെങ്കിൽ പിന്നെ റൂഹില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല എന്നർത്ഥം. ഈ വിഷയം അല്ലെങ്കിൽ ഇതേ കാര്യം ആശയം നമ്മെ ദ്യോതിപ്പിക്കുന്ന, നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആയാത്തുകൾ, ഹദീസുകൾ ഖുർആനിലും ഹദീസിലും നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പൊ സൂറത്തുൽ ഫുർഖാൻ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു തന്നെ പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. ഇത് ഈമാനും നിയ്യത്തും ഇഖ്ലാസും ഒന്നുമില്ലാതെ ആളുകൾ ചെയ്യുന്ന അമലുകൾ. ഈമാനില്ല, ഇഖ്ലാസില്ല, ഇസ്ലാമില്ല, ഈ ആത്മാർത്ഥതയൊന്നുമില്ല, അങ്ങനെ വെറും ഭൗതികമായ രൂപത്തിൽ മാത്രമുള്ള അമലുകളാണെങ്കിൽ അതിനെപ്പറ്റി ഖുർആൻ പറയാം, വഖദിംനാ ഇലാ മാ അമിലൂ, അവർ ചെയ്ത അമലുകളിലേക്ക് നാം ചെല്ലും എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത അമലുകളെ നാം എന്താ ചെയ്യാൻ പോവുക, മിൻ അമൽ, അവർ എന്താ, ഇലാ മാ അമിലൂ മിൻ അമൽ എന്ന് പറഞ്ഞാൽ എന്തെന്ത് അമലുകൾ അവർ ചെയ്താലും, എന്തെന്ത് അമലുകൾ ഏതൊക്കെ തന്നെ ആവട്ടെ, അത് ഇന്ന അമൽ എന്നല്ല, മിൻ അമലി മാ മിൻ അമലിൻ എന്ന് പറഞ്ഞാൽ എല്ലാം, ഏതൊക്കെ അമലുകൾ അവർ ചെയ്തു അതൊക്കെ ഫജഅൽനാഹു, ആ അമലുകളെയൊക്കെയും നമ്മൾ ഹബാഅൻ മൻസൂറ, അത് വിതറപ്പെട്ട ധൂളി പോലെയാക്കും. ഹബാ എന്ന് പറഞ്ഞാൽ പൊടി, ധൂളം എന്നൊക്കെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അത് വെറും പൊടിമണ്ണാവും, അല്ലെങ്കിൽ വെറും ആവിയായി പോകും എന്ന് പറയില്ലേ നമ്മളെ മലയാളത്തിൽ. അമലുകൾ ഇഖ്ലാസിന്റെ മേൽ ബിനാ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, ഇഖ്ലാസിൽ അധിഷ്ഠിതമായിട്ടില്ലാത്ത, അള്ളാഹുവിന്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത അമലുകളിൽ ഏതൊക്കെയാവട്ടെ, അത് എന്ത് അമലാണെങ്കിലും, അത് സമ്പത്തോടുള്ള അമലാവാ, ഉദാഹരണ ദാനധർമ്മങ്ങൾ, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളാവാ, ഉദാഹരണം നിസ്കാരങ്ങൾ, ഹജ്ജ്, ഉംറ കർമ്മങ്ങൾ, ഉദാഹരണം പറയാം, ഏതേത് അമലുകളാണെങ്കിലും ഈ അമലുകളൊക്കെയും ഹബാഅൻ മൻസൂറ, അതൊക്കെ ഒരു പിടി പൊടിമണ്ണ് നമ്മൾ വാരി എറിഞ്ഞാൽ എന്തുപോലെയാവുക, അത് ആവിയായി പോകും എന്ന് പറഞ്ഞാൽ അതിങ്ങ് പറന്നു പോകും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു കാര്യം അവർക്ക് ഉണ്ടാവില്ല, ആഖിറത്തിലൊരു കാര്യം ഉണ്ടാവില്ല. ദുനിയാവിലൊരു പക്ഷേ പിന്നെ അമലൊക്കെ ചെയ്യുന്ന ആളാണ് ഫുലാനുബിന് ഫുലാൻ, വലിയ ആമിലാണ്, അമലൊക്കെ ചെയ്യുന്ന ആളാണ്, വലിയ ആബിദാണ് എന്ന പേരോ പ്രശസ്തിയോ നല്ല ഖ്യാതിയോ നല്ല പേരൊക്കെ കിട്ടിയിട്ടുണ്ടാവും, നെയ്മും ഫെയിമും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അതൊക്കെ ഹബാഅൻ മൻസൂറ, അതൊക്കെ വെതറപ്പെട്ട ധൂളി പോലെയായി, പൊടിമണ്ണ് അല്ലെങ്കിൽ കാറ്റത്ത് എന്താ പറയാ പാറിപ്പോയ പൊടിമണ്ണ് പോലെയായി, അല്ലെങ്കിൽ ആവിയായി പോയി, നീരാവിയായി പോയി, അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. ഇത് ഖുർആന്റെ ഒരായത്താണ്. അതുപോലെ മനുഷ്യന്മാർ ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹു തആല മനുഷ്യനോട് ചെയ്തത് ഇഖ്ലാസോടുകൂടി ചെയ്യണം എന്നാ പറഞ്ഞത്. അത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്, സൂറത്തുൽ ബയ്യിന 5-ാമത്തെ ആയത്ത്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത വയു'തുസ് സകാത വദാലിക ദീനുൽ ഖയ്യിമ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞല്ലോ, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ജനങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് വമാ ഉമിറൂ എന്നത് ഒരുപാട് വിശദീകരണം അവിടെ ഉണ്ട്. ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, മുഖ്ലിസീന ലഹുദ്ദീൻ, അതാണ് നമ്മുടെ ഹൈലൈറ്റ് ഇവിടെ. മുഖ്ലിസീന ലഹുദ്ദീൻ, ദീനിനെ അല്ലാഹു തആലാക്ക് വേണ്ടി മുഖ്ലിസീങ്ങളായി ഇഖ്ലാസായി തനിപ്പിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കുക. അതായത് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ സാധാരണ ഇഖ്ലാസ് പറയല്ലോ, സംഗതിയിൽ ഇഖ്ലാസ് വേണം, അല്ലെങ്കിൽ ഇഖ്ലാസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഇഖ്ലാസ് നമുക്ക് ആവശ്യമാണെന്നൊക്കെ പറയല്ലോ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ തനിപ്പിക്കൽ എന്നാണ്. അഖ്ലസ ഖലുസ എന്ന് പറഞ്ഞാൽ ഖാലിസൻ, ഖാലിസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് കലർപ്പില്ലാത്ത, ലബനൻ ഖാലിസ് എന്ന് പറഞ്ഞാൽ വേറൊന്നിന്റെ കലർപ്പില്ലാത്തത്. അപ്പൊ ഏത് സംഗതിയും ഖാലിസ് എന്ന് പറഞ്ഞാൽ അത് കലർപ്പില്ലാത്തത് എന്നാണ്, അത് പ്യൂർ ആൻഡ് ജെന്യൂൻ. അപ്പൊ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഖലുസ എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാതെയായി, ജെന്യൂനായി, ഫ്രഷായി. അഖ്ലസ എന്ന് പറഞ്ഞാൽ അത് കലർപ്പില്ലാത്തതാക്കി. ഇഖ്ലാസ് കലർപ്പില്ലാത്തതാക്കൽ. കലർപ്പില്ലാത്തതാക്കൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാന്റെ വജ്ഹിന്, അള്ളാഹുവിന്റെ വജ്ഹിന് മാത്രം ചെയ്യാം. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് റബ്ബിന് വേണ്ടി മാത്രം ചെയ്യാം, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യാം, മാത്രമാക്കാനാണ് ഇഖ്ലാസ്. അതിൽ പിന്നെ നമ്മൾ ആത്മാർത്ഥത എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ അതിന് പല അർത്ഥം പറയും. അതിന് ശരിയായ വചനം, ആ വാക്ക് വരുന്നത് ഇങ്ങനെയാണ്, തനിപ്പിക്കൽ. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നത് ഇഖ്ലാസോട് കൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ വജ്ഹല്ലാതെ അതിൽ പിന്നെ ഒരു ലക്ഷ്യം, ഒരു ഷായിബയും ഒരു കലർപ്പും, അതിൽ പിന്നെ ഒന്നും, ഒരു ലവലേശം, അതിന്റെ ഒരു ലാഞ്ചന പോലും അതിലുണ്ടാവാൻ പാടില്ല. വേറെ ഒരു കാര്യത്തിന്റെ ഉദ്ദേശ്യം അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക എന്നുള്ളതാണ് ഇഖ്ലാസ്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അപ്പൊ ഏത് അമലും ഏത് ഇബാദത്തും അള്ളാഹുവിന് മുഖ്ലിസീങ്ങളായിട്ട് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ സൂറത്തുൻ നിസാ 125-ാമത്തെ ആയത്തിൽ വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ.
മിമ്മൻ അസ്ലമ വജ്ഹഹുല്ല, അവന്റെ വജ്ഹിനെ അള്ളാഹുവിന് വേണ്ടി കീഴ്പ്പെടുത്തുക ഹു മുഹ്സിൻ. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാവുക. അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കയറുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ വജ്ജഹ്തു ദുആഉൽ ഇഫ്തിതാഹ് എന്ന് വിളിക്കപ്പെടുന്ന, പേര് പറയപ്പെടുന്ന വജ്ജഹ്തു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പ്രാർത്ഥന, അത് സൂറത്തുൽ അൻആമിലെ 162 ആയത്തിനെ ചുവട് പിടിച്ചിറങ്ങിയ ആയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തുൽ അൻആമിലെ 162 ആയത്താണ്. ഖുൽ നബി അങ്ങ് പറയുക, ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുകി എന്റെ കർമ്മങ്ങൾ, എന്റെ അമലുകൾ, ഇബാദത്തുകൾ, വമഹ്യായ എന്റെ ജീവനം, എന്റെ ജീവിതം, വമമാതി എന്റെ മരണവും, ഇതെല്ലാം എന്റെ നിസ്കാരമാവട്ടെ, എന്റെ കർമ്മങ്ങളാവട്ടെ, എന്റെ ജീവിതവും മരണവും എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടുള്ളത്, അതൊക്കെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്, അള്ളാഹുവിന് മാത്രമാണ്. ഇതാണ് നമ്മൾ വജ്ജഹ്തു വജ്ഹി അല്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ദുആഉൽ ഇഫ്തിതാഹുൽ നമ്മൾ ഈ പ്രതിജ്ഞയാ പറയുന്നത്. എല്ലാം അള്ളാഹ്ക്കാണ്. നിസ്കാരം എന്ന് മാത്രമല്ല, എല്ലാ കർമ്മങ്ങളും, എന്റെ ജീവിതവും മരണവും എല്ലാം അത് ഡെഡിക്കേറ്റഡ് ആണ് അള്ളാഹുവിന് വേണ്ടി മാത്രം. അത് വേറെ ഒരു ലക്ഷ്യം എനിക്കതിലില്ല എന്ന് നമ്മൾ നാവുകൊണ്ട് അധരവ്യായാമം നടത്തിയാൽ മാത്രം പോരല്ലോ. നമ്മുടെ ഇഖ്ലാസ് അതായിരിക്കണം, ആ വിഷയത്തിൽ ഒതുങ്ങുന്നതായിരിക്കണം. മറ്റെന്ത് ലാഞ്ചനകൾ, മറ്റെന്ത് കലർപ്പുകൾ ഇതിൽ വന്നു ചേർന്നാലും അത് ഇത്തിരിയാണെങ്കിൽ പോലും ഇഖ്ലാസ് അത്രയും ചോർന്നുപോയി. സൂറത്തുൽ കഹ്ഫിലെ 110 ആയത്തിൽ ومن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا എന്നും അല്ലാഹു പറയുന്നുണ്ടല്ലോ. ആരെങ്കിലും അല്ലാഹുവിന്റെ ലിഖാഇനെ ഉദ്ദേശിക്കുന്നെങ്കിൽ അവൻ അമൽ സ്വാലിഹായ അമൽ അവൻ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ നാഥനായ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നതിൽ വേറെ ആരെയും പങ്കു ചേർക്കരുത്. ഈ ആരെയും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞാൽ അത് ബിംബങ്ങൾക്കും അതുപോലെ പ്രതിമകൾക്കും മുമ്പിൽ ആരാധിക്കരുത് എന്ന് മാത്രമല്ല, അത് അതിൽപ്പെടും പങ്കു ചേർക്കലാണ്. അതോടൊപ്പം അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിക്കലല്ലാതെ, പടപ്പുകൾ കാണട്ടെ, ജനങ്ങളെ പറ്റി നല്ലത് പറയട്ടെ, ഞാനൊരു ആബിദാണ്, ഇബാദത്തുകാരനാണ്, ഞാൻ വലിയ ദാനധർമ്മം ചെയ്യുന്ന ആളാണ്, ഉദാരമതിയാണ് എന്ന ആളുകളെ പറ്റി പറയട്ടെ എന്ന ഒരു ഉദ്ദേശം അവിടെ ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ വജ്ഹിനെ ഉദ്ദേശിക്കുക എന്നതിലൊരു കലർപ്പ് വരികയാണെങ്കിൽ അത് ഇഖ്ലാസിന് ഭംഗം വന്നു പോവാണ്. അത് അള്ളാഹുവിന്റെ ലിഖാഇനെ ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ പണിയല്ല. ശിർക്കുൽ അസ്ഗർ എന്ന് അതിൽ പറയാം. അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കൽ, ഇപ്പോൾ ലാത്ത, ഉസ്സ, മനാത്ത് അല്ലെങ്കിൽ ബിംബങ്ങളെ ആരാധിക്കുക എന്നുള്ളത്, പ്രതിമകളെ, ബിംബങ്ങളെ ആരാധിക്കുക എന്നുള്ളത് ഷിർക്കാണ്. അള്ളാഹുവിൽ അള്ളാഹു തആലക്ക് പങ്കുകാരുണ്ട് എന്ന് പറയല്, ദൈവങ്ങളിൽ പരദൈവ ബഹുദൈവ വിശ്വാസങ്ങളിൽ വിശ്വസിക്കൽ, ഇതൊക്കെ ഷിർക്കുൽ അക്ബറാണ്. അതെല്ലാവർക്കും അറിയാം. എന്നാൽ ഷിർക്കുൽ അസ്ഗറാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മൾ പറയും. അള്ളാഹു തന്നെ ഇതാ ആരാധനക്ക് അർഹനായ അള്ളാഹു മാത്രമേ ഉള്ളൂ, അള്ളാഹു ഏകനാണെന്നൊക്കെ നമ്മൾ പറയും. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ വേറെ പലർക്കും ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മറ്റു അമലുകൾ ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, എന്നെ ഹാജി എന്ന് പറയാൻ, അല്ലെങ്കിൽ ഞാൻ മാഷാ അല്ലാഹ് എല്ലാ വർഷവും ഉംറക്ക് പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഉംറക്ക് പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഹജ്ജ് ഒരവട്ടം ചെയ്ത ആളാണ്, അല്ലെങ്കിൽ വലിയ ദാനധർമ്മിയാണ്, പള്ളിക്ക് കൊടുക്കുന്ന ആളാണ്, മദ്രസ കൊടുക്കുന്ന ആളാണ്, ദീൻ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ആളാണ്. ഇതൊക്കെ നമ്മൾ ഇഖ്ലാസോട് കൂടി ചെയ്തിട്ട് ആളുകൾ പറയുന്നതിന് തെറ്റില്ല. അത് അല്ലാഹു തആല അവർക്ക് നല്ല പേരുണ്ടാക്കി കൊടുക്കുക, നല്ല പേര് മനുഷ്യന്മാർക്ക് ഉണ്ടാവുക, മുഅ്മിനീങ്ങളുടെ നല്ല സനാ ഉണ്ടാവുക എന്നുള്ള നല്ല കാര്യമാണ്. പക്ഷെ ഒരിക്കലും നമ്മളെ മുറാദ്, നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശം ഒരിക്കലും അതായി പോകരുത്. അത് വളരെ തീവ്രമായ കണിശമായ ശ്രദ്ധ നമുക്കതിൽ വേണ്ടതാണ്. ഇഖ്ലാസോടുകൂടിയാവണം നമ്മൾ ഏത് കർമ്മവും, അതേ അമലുകളിൽ നിന്ന് സ്വീകരിക്കപ്പെടുള്ളൂ. ഇപ്പോൾ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന അറവ് മൃഗങ്ങളെക്കുറിച്ച്, ബലിമൃഗങ്ങളെക്കുറിച്ച്, ബലിദാനത്തെക്കുറിച്ചൊക്കെ, ബലികർമ്മത്തെക്കുറിച്ചൊക്കെ പരാമർശമുണ്ട്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയാണ്, നമ്മൾ ഒരു ഖുർബാൻ അല്ലെങ്കിൽ ഒരു മൃഗം അള്ളാഹുവിന് വേണ്ടി ഇറക്കുമ്പോൾ, ളുഹിയ്യത്താവട്ടെ എന്ത് കാര്യമാവട്ടെ, നബിയെ അങ്ങ് പറയുക, അങ്ങ് ജനങ്ങൾ അറിയിക്കുക, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, അതിന്റെ ഇറച്ചിയോ അതിന്റെ രക്തമൊന്നും അള്ളാഹ്ന്റെ അടുത്ത് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അതിന്റെ ഇറച്ചി വേണ്ട, അള്ളാഹ്ക്ക് അതിന്റെ ചോര വേണ്ട. ചോര ഭൂമിയിൽ ചിന്തിപ്പോകും, ഈ ഇറച്ചി മനുഷ്യന്മാരെ ബുഖറാ മിസ്കിന്മാരുടെ വയറ്റിലെത്തും. പക്ഷെ അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്താണ്? അത് തഖ്വയാണ്, നിങ്ങളുടെ തഖ്വയാണ് എന്ന് പറഞ്ഞാൽ തഖ്വയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ അത് അതാവുള്ളൂ, ആ അമലാവുള്ളൂ, പടച്ചോനെടുത്തുന്നാവുള്ളൂ, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ ബലികർമ്മോ മറ്റോ ചെയ്താൽ നമ്മളെ പൈസ ചെലവായി പോകും, കുറെ മിസ്കിന്മാരെ വിശപ്പടങ്ങി പോകും, ശരിയാണ്. പക്ഷെ അള്ളാഹുവിൽ നിന്ന് അതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ അതിൽ ഇഖ്ലാസ് വേണം, തഖ്വ വേണം. അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വട്ടം നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. തഖ്വ വേണം. തഖ്വ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഇവിടെ കേട്ടോ, നെഞ്ചിലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പടച്ചോൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യലാണല്ലോ. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹിയാണ്. പക്ഷെ അതൊക്കെ ഹൃദയത്തിലാവണം, അതിന്റെയൊക്കെ കുടികൊള്ളുന്ന അതിന്റെ മർമ്മസ്ഥാനം അള്ളാഹ്ക്ക് വേണ്ടിയാവണം. നമ്മളൊരു കാര്യം ചെയ്യുന്നതും അതുപോലെ ചെയ്യാതിരിക്കുന്നതും.
ഹറാമായ കാര്യങ്ങൾ, വർജിക്കേണ്ട കാര്യങ്ങൾ വിട്ടുനിൽക്കുന്നതും മറ്റു കാര്യത്തിനാവരുത്. അള്ളാഹ്ക്ക് വേണ്ടിയാവണം. പടച്ചോൻ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു, പടച്ചോൻ അരുതെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയാകുമ്പോഴാണ് ആ തഖ്വ ഇഖ്ലാസിൽ അധിഷ്ഠിതമാവുക. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ ജീവനുള്ളതാവുക. അല്ലെങ്കിൽ അതൊക്കെ വെറും ജഡങ്ങളോ പടങ്ങളോ മാത്രമാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിച്ച ഒരു വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്. അന്നബി ഹഫ്സൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഹദീസ് വലിയ വലിയ ഹദീസ് ഗ്രന്ഥങ്ങളുടെയൊക്കെ തുടക്കത്തിൽ ഒന്നാമത്തെ ഹദീസായിട്ട് പറയുന്നതാണ്. ആ വിഷയം എന്താ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് തുടങ്ങുന്ന ഹദീസ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഹദീസ് മുത്തഫഖ് അലൈഹിയാണ്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ അതിന്റെ സന്ദേശം എന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളൊക്കെ നിയ്യത്ത് കൊണ്ട് മാത്രമാണ് അത് സ്വീകാര്യോഗ്യമാവുക. ഇന്നമൽ അഅ്മാൽ, അൽ അഅ്മാൽ എന്ന് പറഞ്ഞാൽ അമലുകൾ മൊത്തം, അലിഫ്ലാം ജിൻസിന്റെയാണ് എന്ന് പറഞ്ഞാൽ അമലുകളുടെ മൊത്തം വർഗം, അമലുകൾ ഏതേത് അമലുകളാണെങ്കിലും. ഇന്നമ എന്ന് പറഞ്ഞാൽ തുഫീദുൽ ഹസ്ർ എന്നാണല്ലോ, മാത്രം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്ത് കൊണ്ട് മാത്രമാണ്. നിയ്യത്ത് പ്രകാരമാണ് അമലുകളൊക്കെ. നിയ്യത്ത് നന്നായാൽ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കും. നിയ്യത്ത് മോശമായോ കാര്യമല്ല. അത് വിശദീകരിക്കാവ. ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഏതൊരു മനുഷ്യനും അവൻ നിയ്യത്താക്കിയതുണ്ടാവുക. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, ഒരാൾ അല്ലാഹുവിനെയും റസൂലിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹിജ്റ പോകുന്നതെങ്കിൽ, അതൊരു ഉദാഹരണം പറയാം അമലുകളുടെ കൂട്ടത്തിൽ. അത് പറയാനുള്ള പശ്ചാത്തലം അതാണ്, ഈ ഹദീസിന്റെ പശ്ചാത്തലവും അതാണ്. ആയാത്തുകൾക്ക് സബബുൻ നുസൂൽ ഉള്ളതുപോലെ ഹദീസുകൾക്ക് പലതിനും ഇങ്ങനെ ഓരോ അത് പറയാനുള്ള ഒരു സബബുൽ ഖൗൽ ഉണ്ടാവും. അത് പറയാനുള്ള ഹദീസ് തങ്ങൾ പറയാനുള്ള കാരണം ഉണ്ടാവും പലതിനും. ഇതിന്റെ കാരണം അതാണ്. ഒരാള് മക്ക വിട്ടുകൊണ്ട് മദീനത്തേക്ക് മനുഷ്യന്മാരൊക്കെ ഹിജ്റ പോകുന്ന കാലാണ്. ഹിജ്റ വലിയ പുണ്യമുള്ള അമലാണ്. നാടും വീടും ഉറ്റവരെയും ഉടയവരെയും പ്രിയപ്പെട്ടതും പ്രിയപ്പെട്ടവരെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിട്ട് ദേശാടനം ചെയ്തു പോവുകയാണ്. തിരിച്ചെന്തെങ്കിലും വരുമെന്നോ വരാൻ കഴിയുമെന്നോ പ്രതീക്ഷയില്ല. നാട് വിട്ടിട്ട് ദേശാടനം ചെയ്തു പോവുകയാണ്. വലിയ കാര്യം അമല്, വലിയ അമലാണ് ഹിജ്റ. എന്നാൽ ആ ഹിജ്റ പോകുന്ന കൂട്ടത്തിൽ മുഹാജിർ ഉമ്മി ഖൈസ് എന്ന് ചരിത്രം വിളിക്കുന്ന ഒരു സഹോദരൻ, ആ സഹോദരൻ ഇവരെ കൂട്ടത്തിൽ മുഹാജിരിങ്ങളെ കൂടെ മദീനത്തേക്ക് പോവുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്താണ്? മദീനയിൽ അദ്ദേഹം കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാണപ്രയസി എന്നൊക്കെ പറയല്ലോ, അവരുടെ കാമുകി അല്ലെങ്കിൽ അവരുടെ കല്യാണം കഴിക്കാൻ പോകുന്ന വുഡ്ബി ഉണ്ട്. അപ്പം മദീനയിൽ പോകണം. മദീനയിൽ ഇവരെ കൂട്ടത്തിൽ മദീനയിൽ പോയി ഹിജ്റിയായി അവിടെ പോയിട്ട് ആ പെണ്ണിനെ വേലി കഴിക്കണം, കല്യാണം കഴിക്കണം, അവൾക്കൊപ്പം ജീവിക്കണം എന്നാണ് ഈ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കണം. അപ്പം നബിതങ്ങൾ ഉത്ബോധനം ചെയ്യാണ്, അള്ളാഹുവിനെ ഉദ്ദേശിച്ചു പോകുന്നവർക്കാണ് അതിന്റെ കൂലി. ഹിജ്റ നാടും വീടും വിട്ടു പോകലാണ്. ആ ലക്ഷ്യത്തിലാണ് എല്ലാവരും ഹിജ്റ പോകുന്നത്. എന്നാൽ അവിടെ പോയിട്ട് പെണ്ണ് കെട്ടണമെന്ന് ആഗ്രഹിച്ചു പോകുന്നവർക്ക് ആ പെണ്ണ് കിട്ടും. അവിടെ പോയിട്ട് കച്ചവടം ചെയ്യണമെന്നോ, അവിടെ പോയിട്ട് എന്തെങ്കിലും വ്യാപാരം ചെയ്യണമെന്നോ, കൃഷി ചെയ്യണമെന്നോ, മദീനയിൽ ഭൗതികമായ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോട് പോകുന്നവർക്ക് അതും കിട്ടും ഒരു പക്ഷേ അള്ളാഹിനെ ഉദ്ദേശിച്ചു പോകുന്നവർക്കും റസൂലിനെ ഉദ്ദേശിച്ചു പോകുന്നവർക്കും അത് കിട്ടും. ഫമൻകാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആരെങ്കിലും ഹിജ്റ ആണെങ്കിൽ അവരുടെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കും തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവർക്കതിന്റെ കൂലി കിട്ടുക, അവർക്കതിന്റെ കാര്യം ഉണ്ടാകുക. എന്നാ ഫമൻകാനത് ഹിജ്റതുഹു ദുനിയാ യുസീബുഹ, താൻ നേടാൻ പോകുന്ന എന്തെങ്കിലും ദുന്യവിയായ ഭൗതികമായ എന്തെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടിയാണെങ്കിൽ, ആ ഇംറാത്തിൻ യൻകിഹുഹ, അല്ലെങ്കിൽ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഉദ്ദേശിച്ചാണെങ്കിൽ, പെണ്ണ് കെട്ടാൻ പോവുകയാണെങ്കിൽ, അവിടെയുള്ള പെണ്ണിനെ വേളി കഴിക്കണമെന്ന് ഉദ്ദേശിച്ച് പോവുകയാണെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ ഏതൊരു സംഗതി ലക്ഷ്യം വെച്ചുകൊണ്ട്, ഏതൊരു കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഹിജ്റ പോയത്, ദേശാടനം ചെയ്തത്, അതിലേക്ക് മാത്രമാണ് അവന്റെ ഹിജ്റ. അതോടുകൂടി ആ മനുഷ്യൻ പിന്നെ തൗബ ചെയ്ത് നിയ്യത്തൊക്കെ നന്നാക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഏത് സംഗതി നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ അമല്, നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹു അറിയല്ലോ. പടപ്പുകളെ പറ്റിക്കാൻ പറ്റും, ജനങ്ങൾക്ക് മുമ്പിൽ കണ്ടുപിടിയിടാൻ പറ്റും, ഉള്ളിലൊന്നും പുറത്തൊന്നും വെക്കാൻ കഴിയും. പക്ഷെ അള്ളാഹുവിനെ യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, അള്ളാഹു തആല കണ്ണുകളുടെ ഒളിനോട്ടം, ഖായിനത്തൽ അയുൻ, കണ്ണുകളുടെ ചതിച്ചു നോട്ടം, ഒളിനോട്ടം നടത്തും. ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങൾ ഉള്ളിനകത്ത് ഒളിച്ചു വെക്കുന്നതും നെഞ്ചുകൾ ഒളിപ്പിച്ചു വെക്കുന്നതും അള്ളാഹ്ക്കറിയാം എന്ന് പറഞ്ഞ ഹൃദയങ്ങൾക്കകത്ത് ഗോപ്യമായി കിടക്കുന്ന, പരമരഹസ്യമായി കിടക്കുന്ന രഹസ്യങ്ങളും ഉൾരഹസ്യങ്ങളും എല്ലാം അറിയുന്ന അള്ളാഹ്. ആ റബ്ബിനെ പറ്റിക്കാൻ നമുക്കാവൂലല്ലോ. അപ്പൊ ഏത് സംഗതിയിലും അള്ളാഹു ഹാദിറാണ്, അള്ളാഹു നാദിരി, അള്ളാഹു ഹാദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഈ. ഈ ശരിയായ മനസ്സ്, ഈ ശരിയായ വിശ്വാസം തമ്മിൽ അടിയുറച്ചാൽ അള്ളാഹു ഹാദിറാണ്, അള്ളാഹു നാദിർ എന്നെ നോക്കുന്നവനാണ്, അള്ളാഹു എന്റെ കൂടെ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഏത് കട്ടപിടിച്ച കനാന്തകാലത്തിലും പകൽ വെളിച്ചത്തിലും മനുഷ്യൻ അതേമാതിരിയാണ് അള്ളാഹിനെ ഭയപ്പെടുക. ഇരട്ടത്ത് അള്ളാഹ് കാണൂല, വെളിച്ചത്തെ പടച്ചൊക്കെ കാണുള്ളൂ, ഒറ്റക്കാണെങ്കിൽ അള്ളാഹ് കാണൂല എന്നില്ലല്ലോ. അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം ശരിയല്ലല്ലോ. അള്ളാഹു ഹാദിറാണ്, നാദിറാണ്, ഷാഹിദാണ് എന്നുള്ളൊരു വിശ്വാസം ശരിക്കും മനസ്സിൽ ഉറച്ചാൽ നമ്മൾ ഇഹ്സാന്റെ ദറജയിലെത്തും. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്
വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇതാണല്ലോ ഇഹ്സാൻ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളുടെ മുമ്പിൽ ഒരു അപരിചിതനായി വന്ന് ഇസ്ലാമും ഈമാനും ഒക്കെ ചോദിച്ച് ഇസ്ലാം കാര്യങ്ങൾ 5 ഈമാൻ കാര്യം 6 ഒക്കെ പറഞ്ഞ ശേഷം പറഞ്ഞല്ലോ ഇഹ്സാൻ എന്താ. അവൻ നബി തങ്ങൾ കൊടുത്ത മറുപടിയാണല്ലോ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ താബിദുല്ലാഹ, അള്ളാഹ് അബ്ദാവലാണ്. അള്ളാഹുവിനെ ഇബാദത്തെടുക്കലാക്ക അന്നക തറാഹു, നീ അള്ളാഹനെ കാണും പോലെ. വഇല്ലം തകുൻ തറാഹു, നീ പടച്ചവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അള്ളാഹു നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ അള്ളാഹനെ കാണുന്നു എന്നുള്ള ഫീലോട് കൂടി നമ്മൾ ജീവിക്കുക. അള്ളാഹനെ നമ്മൾ കാണുന്നില്ല ഭൗതിക ലോകത്ത്, പക്ഷേ നമ്മൾ അള്ളാഹനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ യജമാനനെ, ഉടമയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ വെച്ച് നമ്മൾ തെറ്റുകളൊന്നും ചെയ്യൂല. അപ്പൊ അള്ളാഹുവിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നമ്മൾ കാണുന്നില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് കാണുന്നു എന്നുള്ള വിശ്വാസം അടിയുറച്ച് നമ്മുടെ മനസ്സിനകത്ത് രൂഢമൂലമാകുമ്പോൾ നമ്മൾ അള്ളാഹിനെ കണ്ട പോലെയാവും, കാണുന്ന പോലെയാവും. അതാവലി മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവ. അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി എന്ന് പറഞ്ഞ് അള്ളാഹിന്റെ മഖാമിനെ ഭയപ്പെടുക എന്നൊക്കെ പറഞ്ഞ അതാണ്. ആ ഒരു മുറാഖബ എന്ന് പറയല്ലോ, അള്ളാഹുവിനെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുക, റബ്ബിനെ മുറാഖബ ചെയ്തുകൊണ്ടിരിക്കുക. ഈ മുറാഖബയുടെ റൂഹ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസിൽ നിന്നാണ് വരിക. വേറൊരു ഹദീസിൽ കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന അഗ്ന ശുറകാഇ അനി ശിർക്ക് ഫമൻ അമില അമലൻ അശ്റക ഫീഹി അഹദൻ ഗൈരി തറക്തുഹു വശിർക. റവാഹു മുസ്ലിം. നബി തങ്ങൾ പറയാണ്, അല്ലാഹു തആല പറയുന്നതായിട്ട്, അതാണ് ഖുദ്സിയായ ഹദീസ്, അല്ലാഹു പറയുന്നതായിട്ട് നബി തങ്ങൾ പറയാണ്. വാക്കുകൾ നബി തങ്ങളുടേത്, പക്ഷേ അല്ലാഹു പറയുന്നതായിട്ട് നബി തങ്ങൾ പറയാം. എന്താ പറയുന്നത്? അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, ഒരു പങ്കുകാരെയും എനിക്ക് ആവശ്യമല്ല, മൻ അമില അമലൻ അശ്റക ഫീഹി അഹദൻ ഗൈരി, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും, മൻ അമില അമലൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അമൽ ആരെങ്കിലും ചെയ്താൽ, അശ്റക ഫീഹി ഗൈരി, അവൻ ആ അമലിൽ, ആ ചെയ്യുന്ന ആള് അവൻ എന്നിൽ, ഞാനല്ലാത്ത ഒരാൾ അതിൽ പങ്കു ചേർത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മോട്ടീവ്, വേറെ എന്തെങ്കിലും ഒരു ലക്ഷ്യം, ഒരു കാര്യലാഭം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശം അവനുണ്ടായാൽ, തറക്തുഹു വശിർക്ക, ഞാൻ അവനെയും അവന്റെ ശിർക്കും ഞാൻ ഒഴിവാക്കും. തറക്തുഹു, ഞാൻ അവനെ ഒഴിവാക്കുമ്പോൾ ശിർക്കോ അവന്റെ ശിർക്കിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാനും ഓനും അവന്റെ ശിർക്കും ഞാൻ വിടും എന്ന് പറഞ്ഞാൽ അവനെ എനിക്ക് വേണ്ട, അവന്റെ അമലും എനിക്ക് വേണ്ട, അവന്റെ ശിർക്കും എനിക്ക് വേണ്ട, ഞാനത് കല്ലുവല്ലിയാക്കും, ഞാനത് തള്ളിക്കളയുന്ന അല്ലാഹു പറയാം. അസ്തഗ്ഫിറുല്ലാഹ് മഅദല്ലാഹ് അല്ലയാതുമില്ല, പടച്ചോൻകാകട്ടെ. നമ്മുടെ അമലുകള്, മനുഷ്യന്മാർ കാണാൻ സാധ്യതയുള്ള അമലുകളൊക്കെ നമ്മൾ വളരെ പേടിച്ചു വേണം ചെയ്യാൻ. അതായത് ഖുലൂബുഹും വജില, ഖുർആനിലുണ്ടല്ലോ, ഖുർആനിലൊരു ആയത്ത് പറഞ്ഞ സഹാബത്തിന്റെ, മുഅ്മിനീങ്ങളുടെ, സലഫ് സ്വാലിഹീങ്ങളുടെ ഒക്കെ ഗുണഗണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയാം, അവർ സ്വാലിഹ അമലുകൾ ചെയ്യും എന്നിട്ട് അവർ പടച്ചവനെ ഭയപ്പെടും. അപ്പൊ സഹാബത്തിൽ ചിലർക്ക് എന്താണ് പറഞ്ഞത്? നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്യും എന്നിട്ട് അവർ ഹൃദയങ്ങൾ ഭയപ്പാടോടുകൂടി ചെയ്യും. തിന്മ ചെയ്യുമ്പോൾ ഹൃദയങ്ങൾക്ക് ഭയപ്പാടുണ്ടാവും എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം മോശമാണല്ലോ ചെയ്യുന്ന, ശിക്ഷ ഉണ്ടാവുമല്ലോ എന്നുള്ള ഭയപ്പാട്. ഇത് നന്മ ചെയ്യുമ്പോൾ എന്താ ഭയപ്പാട്? അപ്പൊ അതിന്റെ വിശദീകരണതാണ്. നന്മ ചെയ്യുമ്പോൾ ഭയപ്പാട് എന്ന് പറഞ്ഞാൽ പടച്ചോനെ, ഇത് റബ്ബിന്റെ വജഹിന് വേണ്ടി മാത്രം ആകൂലേ, അത് അല്ലാഹു സ്വീകരിക്കൂലേ? അപ്പൊ ദാനധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും, ഹജ്ജ് ചെയ്യുകയാണെങ്കിലും, ഉംറ ചെയ്യുകയാണെങ്കിലും, നിസ്കരിക്കുകയാണെങ്കിലും, മറ്റു കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒക്കെ അവരുടെ മനസ്സിൽ ബേജാറ, പടച്ചോനെ ഇതിലെന്തെങ്കിലും ഭംഗം വന്നേക്കുമോ, നിയ്യത്തിൽ വല്ല കുറവും വന്നേക്കുമോ, പടച്ചോനെ ഇത് സ്വീകരിക്കപ്പെടാതെ പോകുമോ? അപ്പൊ ഇഖ്ലാസ് ഉണ്ടാവണം എന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇഖ്ലാസിന് ഭംഗം വന്നു പോയാൽ ഇതെല്ലാം പടങ്ങൾ മാത്രം, അമലുകളും പടാവും എന്ന് പറഞ്ഞാൽ അതിൽ കാര്യം ഉണ്ടാവില്ല, ജീവൻ ഉണ്ടാവില്ല. ഇതവർ ഭയപ്പെടുമായിരുന്നു. മഹാന്മാർ പറയുന്നുണ്ട്, മഹാനായ അബൂ യസീദുൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി സൂഫി ലോകത്തെ അധികായനാണ്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിലും മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ, തസൗഫ് ഗ്രന്ഥങ്ങളിലൊക്കെ പലപ്പോഴും റെഫറൻസ് വരുന്ന ഒരാളാണ് അബൂ യസീദുൽ ബിസ്താമി. വലിയ മഹാനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം വഫാത്താകാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് മരണശയ്യയിൽ കിടന്നിങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അനുയായികളൊക്കെ ചോദിച്ചു, മഹാനവർകളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, നിങ്ങൾ എന്താലോചിച്ചിട്ടാണ്? അപ്പൊ അവർ പറയാം, എന്റെ ജീവിതം അവസാനത്തോട് അടുക്കുകയാണ്, ഞാൻ ഷഖിയാണോ സയ്യിദാണോ, അള്ളാന്റെ അടുക്കൽ ഞാൻ സയ്യിദാണോ വിജയിയാണോ പരാജിതനാണോ എന്നറിയില്ലല്ലോ. അപ്പൊ ഇവർ ചോദിക്കുക, നിങ്ങൾ അതൊക്കെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യം എന്താണ്? കാരണം നിങ്ങൾ ജീവിതം മുഴുവനുള്ളി വജിഹില്ലായി ഞങ്ങൾ കണ്ട് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം രാത്രികാലങ്ങളിലും പകൽ സമയങ്ങളിലും എല്ലാ ഋതുഭേദങ്ങളും നിങ്ങൾ ഇബാദത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ച ആളാണ്. പടച്ചവന് വേണ്ടി അല്ലാതെ നിങ്ങളൊന്നും ചെയ്തു കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എന്തിനു ബേജാറ്? നിങ്ങളൊക്കെ അള്ളാന്റെ അടുത്ത് ഏതായാലും സഹായത്ത് ഉണ്ടാവൂലേ? അവർ സമാധാനിപ്പിക്കുക. അപ്പം മഹാനവറുകൾ പറയാ, അലൈസ ഫീ കിതാബില്ലാഹി ആയ, പടച്ചവന്റെ ഖുർആനിൽ ഒരൊറ്റ ആയത്തില്ലേ, ആ ആയത്ത് ആലോചിച്ചാൽ മാത്രം പോലെ നമുക്ക് ബേജാറാവൂലേ? ആയത്ത് എന്താ? അല വഹിയ ഖൗലുഹു തആല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. പടച്ച റബ്ബ് തമ്പുരാൻ ഖുർആനിൽ ഒരു ആയത്ത് പറയുന്നില്ലേ, ഇന്നമാ യതഖബ്ബലുല്ലാഹ്, അല്ലാഹു സ്വീകരിക്കൽ മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നും മാത്രമാണ്. യഥാർത്ഥ തഖ്വ എന്ന് പറഞ്ഞാലോ അത് തഖ്വ ഹാഹുന, അത് ഹൃദയത്തിനകത്താണ്. അപ്പൊ ഹൃദയത്തിനകത്ത് ശരിക്കും ഇഖ്ലാസും തഖ്വയുള്ള ഒരാളിൽ നിന്നേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങളിപ്പോ എന്നെ സമാധാനിപ്പിക്കുന്നത് നിങ്ങൾ കണ്ട ഈ അമലുകളൊക്കെ പറഞ്ഞിട്ടാണ്. ആ ഇൽമുമായി ബന്ധപ്പെട്ടതും മറ്റു അമലുകളുമായി ബന്ധപ്പെട്ടതൊക്കെ നിങ്ങൾ കണ്ടത്, പക്ഷെ പടച്ചോന്റെ അടുത്തേക്ക് അതിൽ നിന്ന് എത്ര പോയി, പടച്ചോൻ അതിൽ നിന്ന് എത്ര കണ്ട് ശരിവെച്ചു എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ.
എന്ന വളരെ ചിന്തനീയമായ ഒരു പാഠം. അദ്ദേഹം ഇഖ്ലാസ് ഇല്ലാത്ത ആളായിട്ടല്ല, പക്ഷെ ഓരോരുത്തരും അവരുടെ ഹൽമുൻ നഫ്സും തവാളും, അവരുടെ ഒരു വിചിന്തനം, അവരവരുടെ നഫ്സുകളെ കാണുന്നത് അത്രയും വിനയത്തിൽ നിന്നുകൊണ്ടാണ്. ഞാൻ വളരെ മോശക്കാരനാണ് എന്നുള്ള ബോധമാണ് അവർക്ക്. ഞാൻ പോരാ, എന്റെ ഇഖ്ലാസ് ഭംഗം വന്നു പോകുമോ, ഇഖ്ലാസ് ചോർന്നു പോകുമോ എന്ന് ഭയപ്പെടുന്നവരാണവർ. ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ ചില മഹാന്മാര്, മുൻഗാമികള്, അവർ ഈ ദാനധർമ്മങ്ങളൊക്കെ, പൈസക്കാര്, അന്നത്തെ പണക്കാരൊക്കെ തന്നെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകള് നേരിട്ട് ആളെ വിളിച്ചിട്ട് കൈ കൊടുക്കൂല. കാരണം എന്താ, അതാരെങ്കിലും കണ്ടുപോകുമോ. ഇനി ആരുമില്ല, ആരും കാണാതെ കൊടുക്കുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ വാങ്ങുന്ന ആള് കാണുമല്ലോ, ഈ റെസിപ്പിയന്റ് കാണുമല്ലോ, ഈ ഫക്കീർ അല്ലെങ്കിൽ മിസ്കീൻ, ഈ ഗരീബ് കാണുമല്ലോ. അപ്പൊ അവരും കാണരുത് എന്നറിയാൻ വേണ്ടിയിട്ട് മുതലാളിമാര് കാശിന്റെ കെട്ടുമായിട്ട്, പൈസന്റെ കെട്ട്, അല്ലെങ്കിൽ പൈസ എന്ന് മാത്രമല്ല, ഈ പിന്നെ എന്താ പറയാ, ധാന്യം, ഭക്ഷണ സാധനങ്ങൾ, ഇങ്ങനെയുള്ള ദാനധർമ്മം ചെയ്യുന്ന വസ്തുക്കളൊക്കെ ആയിട്ട് രാത്രി കാലങ്ങളിൽ കള്ളന്മാര് നടക്കുന്ന മാതിരി പതുങ്ങി പതുങ്ങി നടക്കുക. പകൽ സമയത്ത് ഇങ്ങനെ മിസ്കിമാരുടെ വീടൊക്കെ അവർ കണ്ടുവെക്കും അത്രേ. പാവപ്പെട്ടവരുടെ വീടുകളൊക്കെ കണ്ടുവച്ചിട്ട് രാത്രി കാലത്ത് ഇവർ ഇവിടെ വീട്ടിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട്, അല്ലെങ്കിൽ വീടിന്റെ വളപ്പൊക്കെ എറിഞ്ഞു കൊടുത്തിട്ടോ വീടിന്റെ മുന്നിൽ വെച്ചിട്ടോ അവർ ഓടി മറയാണ്. അപ്പൊ നമ്മൾ പൊതുവെ കള്ളന്മാര് കക്കാൻ വേണ്ടി നടക്കുന്നു പറഞ്ഞ പോലെ ഇതും ഈ ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാർ ഈ മിസ്കിമാരെ പരകൾ തെരഞ്ഞെടുത്തിട്ട് അവിടെ ഇട്ടേച്ചോല് ഓടുകയാണ്. കാരണം അത് ആരും അറിയരുത്, വളച്ചോനല്ലാതെ ഒരാളും ഇത് അറിയരുത് എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അവരുടെ ഹൈറസ് അതാണ്, അവരുടെ ശക്തമായ ആഗ്രഹം അതാണ്. ഈ ആളുകൾ റെസിപ്പിയൻസ് പോലും അറിയരുത്, ഇത് വാങ്ങുന്നവർ പോലും. നേരം വിളിച്ചു നോക്കുമ്പോൾ മിസ്കിമാരെ പിറകളിലൊക്കെ പെരന്റെ മുമ്പിലൊക്കെ നോട്ടിന്റെ കെട്ട്, പൈസന്റെ കെട്ട്, കിഴികളിൽ പൈസ, പണം, അതുപോലെ ഭക്ഷ്യവസ്തുക്കള്, ഗോതമ്പ്, അരി, മറ്റു സാധനങ്ങൾ, ഈത്തപ്പഴം, പിന്നെ മുന്തിരി, പഴങ്ങള്, മറ്റുള്ള വസ്തുക്കൾ വീട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ കിട്ടുക. ആരാ കൊണ്ടുവരുന്നത്? അള്ളാഹ്ക്കറിയാം. ആരാ കൊണ്ടുവന്നിട്ടത്? ഇവർക്കാർക്കും അറിയില്ല. ഇങ്ങനെ, കാരണം ഇഖ്ലാസ് ഭംഗം വന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ വജഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാവണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യണമെന്ന നിബന്ധനയൊന്നും പറഞ്ഞിട്ടല്ല, പക്ഷെ അങ്ങനെ അവർ ഭയപ്പെട്ടു. അതിൽ ഇഖ്ലാസിൽ ഭംഗം വന്നു പോകുന്നതിന് ഭയപ്പെട്ടതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്ന ഏറ്റവും ഭയാനകമായ കാര്യം അശ്ശിർക്കുൽ അസ്ഗറാണ്, ചെറിയ ശിർക്കാണ്. അതെന്താ? റിയാ. എന്നതിന് വിശദീകരണം പറയാം, യഖൂമു അർറജുൽ ഫയുസല്ലി ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നദരി റജുലിൻ. ഒരാൾ നോക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ നിസ്കാരം നന്നാക്കുക. ഫയുസയ്യിനു സ്വലാത്ത, നിസ്കാരം ഭംഗിയുള്ളതാക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരം നീണ്ട്, അതുപോലെ അതിന്റെ ദൈർഘ്യവും അതിന്റെ നിസ്കാരത്തിന്റെ അച്ചടക്കമൊക്കെ പാലിച്ച് ആളുകൾ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് വന്നാൽ അതനുസരിച്ച് നിസ്കാരം. ആരോരുമില്ല, ഒറ്റയ്ക്ക് വീട്ടിനകത്ത് ഇരുട്ടുമുറിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ വേറൊരു നിസ്കാരം. ഇങ്ങനെ ആക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയാം, നിസ്കാരത്തിന്റെ ഉദാഹരണം പറയാം, മറ്റേത് അമലുകളും ഇങ്ങനെ തന്നെ. അങ്ങനെ ആവുകയാണെങ്കിൽ അത് ഞാൻ ഭയപ്പെടുന്ന ശിർക്കുൽ അസ്ഗറാണ് എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. മഹാനായ ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് ഒരിടത്ത്, തർക്കുൽ അമലി മിൻ അജ്ലിൻ നാസി റിയാ വൽ അമലു മിൻ അജ്ലിൻ നാസി ശിർക്ക് വൽ ഇഖ്ലാസു അൻ യുആഫിയക അല്ലാഹു മിൻഹുമാ. ജനങ്ങൾക്കും വേണ്ടിയിട്ട് അമൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു റിയാ ആണ്. ജനങ്ങൾക്കും വേണ്ടി അമൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ്, ഷിർക്കുൽ അസ്ഗറാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഇത് രണ്ടിൽ നിന്നും നിനക്ക് രക്ഷ തരലാണ്, മോചനം തരലാണ്. വേറെ ഹദീസ് കാണാം, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അഅമാലി ഇല്ലാ മാ കാന ഖാലിസ വബ്തുഗിയ ബിഹി വജ്ഹു റവാഹു നസായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു തആല അമലുകളിൽ നിന്ന് ഖാലിസായതിനല്ലാതെ സ്വീകരിക്കൂല. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്യപ്പെട്ടത് മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുള്ളൂ. ഇമാം നസായി തങ്ങൾ ഉദ്ധരിക്കുക. മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അഅമാലുൽ ഖുലൂബ്, ആ ഹൃദയങ്ങളുടെ അമലുകൾ, ഹിയൽ അസ്ൽ, അതാണ് ശരിക്കും അസ്ല്. വഅമാലുൽ ജവാരിഹ്, അഥവാ നമ്മുടെ അവയവങ്ങളുടെ അമലുകൾ എന്ന് പറഞ്ഞാൽ തബഉൻ മുകമ്മില, അത് ഹൃദയത്തിലുണ്ടായ അമലിനെ പൂർത്തീകരിക്കുന്ന അതിന്റെ താബിയാത്ത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും നിയ്യത്താണ് പ്രധാനം നടത്തുക. നമ്മുടെ അമലുകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നിയ്യത്താണ്. ഹൃദയത്തിലെ അമല്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ അമല് ഹൃദയത്തിലാണ് ആദ്യം വരേണ്ടത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി ഹൃദയത്തിനകത്ത് ആദ്യം, പിന്നെ പുറത്ത് കാണുന്നത്. വഇന്ന നിയ്യത ബിമൻസിലത്തിർ റൂഹ് വൽ അമല ബിമൻസിലത്തിൽ ജസദ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇബ്നു അല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്ന ഹിക്മത്തിന്റെ അതേ ഒരു വാചകം തന്നെ അത് മറ്റു ചില വാക്കുകളിൽ പറയാം. വഇന്ന നിയ്യത, ഇബ്നുൽ ഖയ്യിം തങ്ങളുടെ ഭാഷയിൽ, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വഇന്ന നിയ്യത, നിയ്യത്ത് ബിമൻസിലത്തിർ റൂഹ്, റൂഹിന്റെ സ്ഥാനത്ത്. അമൽ എന്ന് പറഞ്ഞാൽ ബിമൻസിലത്തിൽ ജസദ്, ശരീരമാണ്. അപ്പൊ അമലുകളുടെ ജഡം, അമലുകളുടെ ബോഡിയാണ്, കർമ്മങ്ങളുടെ അമലുകളുടെ ബോഡിയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. അതിന്റെ സോൾ, അതിന്റെ റൂഹ്, അതിന്റെ ആത്മാവ്, അതിന്റെ ജീവൻ, ഉയിർ എന്ന് പറയുന്നത് അത് നിയ്യത്താണ്. അത് നിയ്യത്ത്, ഇഖ്ലാസ്. മഹാനുകൾ തന്നെ പറയാ, ഇബ്നു ഖയ്യിം തന്നെ തങ്ങൾ തന്നെ പറയാം, ലാ യജ്തമിഉൽ ഇഖ്ലാസു ഫിൽ ഖൽബ് വ മഹബ്ബത്തുൽ മദ്ഹി വസ്സനാ വത്തമഅ ഫീമാ ഫീ ഐദിൻ നാസ് ഇല്ലാ കമാ യജ്തമിഉൽ മാഉ വന്നാർ വദ്ദബ്ബു വൽ ഹൂത്. എന്ന് പറഞ്ഞാൽ
ഒരാളുടെ അമല് ഇഖ്ലാസ്, ഹൃദയത്തിനകത്ത് ഇഖ്ലാസ് ഉണ്ടാവുക എന്ന് പറയുന്നതും, അതുപോലെ ജനങ്ങൾ നല്ലത് പറയട്ടെ എന്ന് ജനങ്ങളുടെ പ്രശംസ, ജനങ്ങളുടെ അഭിനന്ദനം അതാഗ്രഹിക്കുക എന്നുള്ളതും വെള്ളവും തീയും ഒരുപോലെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഉദാഹരണം വ്യക്തമാണല്ലോ. വെള്ളവും തീയും, കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് അങ്ങ് വെള്ളം ഒഴിച്ചാൽ തീ കെട്ടുപോകും. അതുപോലെ വെള്ളത്തിലേക്ക് തീപ്പന്തം അല്ലെങ്കിൽ പിന്നെ തീപ്പെട്ടിക്കൊള്ളി ഉരസി വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കെട്ടുപോകും. അപ്പൊ വെള്ളവും തീയും ഒക്കൂല. അത് പറഞ്ഞാൽ പരസ്പരം മുതലാദ്ദാനാണ്, കോൺട്രാഡിക്ടറിയാണ്, പരസ്പര വിരുദ്ധമാണ്. ഇതുപോലെയാണ് ഇഖ്ലാസ് ഉണ്ടാവുക എന്നുള്ളതും ജനങ്ങൾ മദ്ഹ് പറയട്ടെ, ഇഖ്ലാസ് ഇല്ലാത്ത കോലത്തിൽ ജനങ്ങൾ മദ്ഹ് പറയട്ടെ എന്ന് ആഗ്രഹിക്കലും. ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. വലിയ ഒരു പാഠമാണ്, വലിയ ഒരു സന്ദേശമാണ് ഇബ്നുൽ ഖയ്യിം തങ്ങൾ ഈ വാക്കുകളിലൂടെ നമുക്ക് തരുന്നത്. അമലുകൾ, ഏത് അമലുകളാണെങ്കിലും നിയ്യത്ത് നന്നായി കഴിഞ്ഞാൽ ആ അമലുകളൊക്കെ പ്രതിഫലാർഹമാണ് എന്ന് കാണിക്കുന്ന ഹദീസുകൾ എത്രയോ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ മുമ്പ് ഒരു ഹിക്മത്തിന്റെ വിശദീകരണത്തിൽ തന്നെ പറഞ്ഞൊരു ഹദീസ് ഞാൻ വിശദീകരിക്കല്ല, ആവർത്തിക്കല്ല, സൂചന തരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറുപ്പക്കാരൻ, വിധങ്ങളുടെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ രാവിലെ തന്നെ ജോലി ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം മുമ്പ് വളരെ ഉന്മേഷവാനായി, വളരെ ആക്റ്റീവായി, വളരെ ഉത്സാഹഭരിതനായി പണിക്ക് പോകുന്നത് കണ്ടപ്പോൾ സഹാബികൾ ചിലർ പറഞ്ഞു, ഓ, ആ സഹോദരന്റെ ഒരു പോക്ക് കണ്ടില്ലേ, അതൊരു യുദ്ധത്തിന്, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനാണ് അത്ര ഉന്മേഷത്തിൽ അത്രയും ഉത്സാഹഭരിതനായി പോകുന്നതെങ്കിലും ഓക്കെ, മനസ്സിലാക്കുക, അതൊരു നല്ല കാര്യമാണ്. ഇതിപ്പോൾ അവൻ ജോലിക്ക് പോവാ, പണിക്ക് പോവാ, അവന്റെ ഉത്സാഹം കണ്ടാത്തൊന്നും പുണ്യമാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്ന മാതിരിയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കാൻ ഇടവന്നപ്പോൾ നബി തങ്ങൾ പറയാം, അല്ല, നിങ്ങൾക്ക് തെറ്റി. ആ മനുഷ്യൻ പോകുന്നത് ഹലാലായ റിസ്ക് തേടി പോവാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക്, അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക്, മക്കൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായമായ മാതാപിതാക്കൾക്ക് ഒന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ സ്വന്തം നഫ്സിന് വേണ്ടി തന്നെ ഹലാലായ റിസ്ക്കിന്റെ വഴികൾ തേടി അധ്വാനിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അത് ഫീ സബീലില്ലാഹ് അള്ളാന്റെ മാർഗത്തിലുള്ള പോക്ക് തന്നെയാണ്. അള്ളാന്റെ മാർഗത്തിലുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാനും ബാളും പരിചയം എടുത്തുള്ള പോക്ക് മാത്രമല്ല, അധ്വാനിക്കാൻ വേണ്ടി, തൊഴിലെടുക്കാൻ വേണ്ടി പോകുന്നത് നല്ല നീയത്തോടു കൂടിയാണെങ്കിൽ അള്ളാന്റെ മാർഗത്തിലാണ്. എന്നാൽ ആ പോകുന്നത് അവന്റെ മറ്റുള്ള ലക്ഷ്യങ്ങളാണെങ്കിൽ, സാലിഹായ ഒരു കാര്യത്തിനല്ലെങ്കിൽ ഹറാമായ രൂപത്തിലോ അള്ളാഹ് ഇഷ്ടപ്പെടാത്തൊരു വഴിയിലോ ഉള്ള ഒരു പോക്കാണ്, ആ ഒരു സമ്പാദനത്തിന് വേണ്ടി, പിന്നെ ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള പുറപ്പാടാണെങ്കിൽ, അവൻ തൊഴിലെടുക്കുകയാണെങ്കിലും കാര്യമല്ല, അത് ഫീ സബീലി ശൈത്താൻ, ശൈത്താന മാർഗത്തിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലാണോ ശൈത്താന മാർഗത്തിലാണോ എന്ന് വേർതിരിക്കുന്ന ഒരു ഏകകം, ഒരു യൂണിറ്റ് എന്താണ്, അല്ലെങ്കിൽ കാര്യനിർണായക ഘടകം എന്താണ്? അവന്റെ ഇഖ്ലാസാണ്, അവന്റെ നിയ്യത്താണ്. അത് അള്ളാഹുവിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നല്ല നിയ്യത്തിലുള്ളതാണ് എങ്കിൽ അത് സ്വീകാര്യമാണ്. ഈ ആശയം പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. വിശ്വാസം നമ്മൾ പറയുന്നതല്ലോ, ഒരാൾ തന്റെ ഭാര്യയുടെ വായിൽ ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് സദഖയാണ്. രണ്ടാളുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, വഴക്കുണ്ടാകുമ്പോൾ ആ വഴക്ക് തീർക്കുന്നത് സദഖയാണ്. അവിടെയൊക്കെ ഈ നിയ്യത്തിന്റെ പ്രാധാന്യമാണ് ഈ ഹദീസുകളിലൊക്കെ തന്നെ പറയുന്നത്. അങ്ങനെ ഖുർആനിലും ഹദീസിലുമുള്ള ആയാത്തുകളും ഹദീസുകളും വിശദീകരിച്ച് കാണുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി അദ്ദേഹത്തിന്റെ കിതാബുൽ ഹികമിലെ ഈ 10ാമത്തെ ഹിക്മത്തിൽ പറയുന്ന അതേ ആശയം തന്നെ. അൽ അഅമാലു സുവറുൻ ഖായിമ, അൽ അഅമാലു, അമലുകൾ, അനുഷ്ഠാനങ്ങൾ, സുവറുൻ ഖായിമ, അത് നിൽക്കുന്ന പടങ്ങൾ മാത്രമാണ്, ചിത്രങ്ങൾ മാത്രമാണ്. വ അർവാഹുഹ, അവയുടെ ആത്മാവുകൾ എന്ന് പറഞ്ഞാൽ അമലുകൾ വെറും ബോഡിയാണ്, അതിന്റെ ജഡങ്ങൾ, അതിന്റെ പിക്ചേഴ്സ് മാത്രമാണ്. അതിന്റെ സോൾ, അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് വുജൂദു സിറിൽ ഇഖ്ലാസ് ഫിഹ, ഇഖ്ലാസിന്റെ സിറ്, ഇഖ്ലാസ് എന്ന സിറ്, ആത്മാർത്ഥത അള്ളാഹുവിന് വേണ്ടിയാക്കുക എന്നുള്ളത് അതിലുണ്ടാകുമ്പോൾ അതിൽ ആത്മാവുണ്ട്. ആത്മാവില്ലെങ്കിൽ വെറും ജഡം, അത് സോൾ ഇല്ലാത്ത ബോഡി മാത്രമാണ് എന്ന് പറഞ്ഞാൽ കാര്യമില്ല, റൂഹില്ലാത്ത ജസദ് മാത്രമാണ്. ഈ ഒരു ഹിക്മത്ത് നമ്മുടെ കൺതുറപ്പിക്കേണ്ടതാണ്. ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള വലിയ ഒരു വിസ്ഡം ആണ്. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് തദാനുസൃതം ജീവിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.